ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. ഇനി ഓണക്കാലത്തെ തിരക്കിന് പരിഹാരം കാണാൻ വമ്പൻ പ്രഖ്യാപനങ്ങളൊക്കെ റെയിൽവേ നടത്തിയിരുന്നു. തിരക്ക് പരിഹരിക്കാൻ റെയിൽവേ കേരളത്തിലേക്ക് ഇതുവരെ പ്രഖ്യാപിച്ചത് 112 സ്പെഷ്യൽ സർവീസുകളാണ്. ദക്ഷിണ റെയിൽവേ 54 ഓണം സ്പെഷ്യൽ സർവീസുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ട്രെയിനുകൾ അടുത്ത മാസം ആദ്യവാരം വരെ സർവീസ് നടത്തും. കേരളത്തിലേക്ക് ചെന്നൈ, ബംഗളൂരു, ആന്ധ്ര ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ നിന്നാണ് സ്പെഷ്യൽ സർവീസ്. കൂടുതൽ സർവീസ് പ്രഖ്യാപിച്ചെങ്കിലും തിരക്കിന് ഇതുവരെ കുറവുണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കൂടുതൽ ട്രെയിനുകൾ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ടോ എന്നും അറിയണം. എ വി ജയശങ്കർ ചേരുന്നു. ജയശങ്കർ, ഈ പ്രഖ്യാപിച്ചതിലൊന്നും തിരക്ക് കുറഞ്ഞിട്ടില്ല. ഇനി ഇപ്പോ ഉള്ള കൊള്ളലാഭം അതവിടെ നിൽക്കട്ടെ, നമുക്ക് തിരക്കിനെ കുറിച്ച് തന്നെ പറയാം. അപ്പോൾ ഇനി ട്രെയിനുകൾ ആവശ്യമാണ്. അതിവർ പ്രഖ്യാപിക്കുമോ എന്നുള്ളത് മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ഓണത്തിന് മുൻപ് വേണം. അതായത് റോഷ്നി, 112 സർവീസുകളാണ് ഇതുവരെ ഇന്ത്യൻ റെയിൽവേ ഈ ഓണവുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ പല സർവീസുകളും കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ആരംഭിക്കുകയും ചെയ്തു. പല ട്രെയിനുകളും കേരളത്തിലേക്ക് ഇതിനോടകം തന്നെ തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദക്ഷിണ റെയിൽവേ 54 ഓണം സ്പെഷ്യൽ സർവീസുകൾ നടത്തുമ്പോൾ മറ്റ് റെയിൽവേ സോണുകൾ 58 സർവീസുകളാണ് കേരളത്തിലേക്ക് നടത്തുന്നത്. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം മേഖലകളിലേക്ക് ലക്ഷ്യസ്ഥാനമാക്കിക്കൊണ്ടാണ് പല ട്രെയിനുകളും വരുന്നത്. ഒപ്പം തന്നെ ഈ മലയാളികൾ കൂടുതലുള്ള ബംഗളൂരു, ആന്ധ്ര, ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് മിക്ക ട്രെയിൻ സർവീസുകളും നടത്തുന്നത്. മുംബൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് അധികം വൈകാതെ ട്രെയിൻ സർവീസുകൾ ആരംഭിക്കുമെന്നാണ് റെയിൽവേ പറയുന്നത്. ഏകദേശം യാത്രക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച്, അതായത് നിലവിൽ പല ട്രെയിനുകളുടെയും വെയിറ്റിംഗ് ലിസ്റ്റ് എണ്ണം കൂടി തുടങ്ങിയിട്ടുണ്ട്. വെയിറ്റിംഗ് ലിസ്റ്റ് നിശ്ചിത പരിധി കഴിഞ്ഞാൽ അത് റിഗ്രറ്റ് എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് മാറും. ആ ഘട്ടത്തിൽ മാത്രമാണ് കൂടുതൽ ട്രെയിനുകൾ ഇല്ലെങ്കിൽ അടുത്ത ഒരു പുതിയ ട്രെയിൻ പ്രദേശത്തേക്ക് ഇല്ലെങ്കിൽ ആ മേഖലയിലേക്ക് അനുവദിക്കാൻ റെയിൽവേയുടെ നിയമം അനുസരിച്ച് സാധിക്കും. അങ്ങനെയെങ്കിൽ അത്തരമൊരു ഘട്ടത്തിൽ കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുമെന്നാണ് റെയിൽവേ പറയുന്നത്. കഴിഞ്ഞ വർഷങ്ങളേക്ക് അപേക്ഷിച്ച് കൂടുതൽ സർവീസുകൾ ഈ ഓണക്കാലവുമായി ബന്ധപ്പെട്ട് എംപിമാർ ഉൾപ്പെടെ അപേക്ഷ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ടെന്നും റെയിൽവേ പറയുന്നു. ഒപ്പം തന്നെ റെയിൽവേ സംബന്ധിച്ച് റോഷിനി, നമ്മൾ ഈ ട്രെയിനുകളില്ല, പരിമിതി എന്നൊക്കെ പറയുമ്പോഴും റെയിൽവേ സംബന്ധിച്ച് ഇതിലെ പ്രശ്നമെന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഓടിക്കാൻ പറ്റുന്ന ട്രെയിനുകൾക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. അതായത് നമുക്ക് 2 വരി പാത മാത്രമാണ് സംസ്ഥാനത്തുള്ളത്. ഈ 2 വരി പാതയിലൂടെ ആ ലൈൻ ട്രാഫിക് ഒക്കെ ക്രമീകരിച്ചില്ലെങ്കിൽ ഒരു 30 മിനിറ്റിൽ ഒരു പ്രദേശത്തൂടെ അല്ലെങ്കിൽ ഒരു ട്രാക്കിലൂടെ ഓടിക്കാൻ പറ്റുന്ന ട്രെയിനുകളുടെ എണ്ണത്തിലൊക്കെ തന്നെ പരിമിതിയുണ്ട്. അപ്പോൾ റെയിൽവേ സംബന്ധിച്ച് കൂടുതൽ ഈ ആളുകൾ പറയുന്നതനുസരിച്ച് ട്രെയിനുകൾ ഓടിക്കുന്നതിൽ റെയിൽവേ പറയുന്ന ഒരു പരിമിതി അതാണ്. അതായത് ഈ നമ്മുടെ നാട്ടിലെ ഈ ട്രാക്കിലൂടെ ഓടിക്കാൻ പറ്റുന്ന ട്രെയിനുകൾക്ക് പരിധിയുണ്ട്. അതിൽ കൂടുതൽ ട്രെയിനുകൾ ഓടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ബസ്സൊക്കെ ഇങ്ങനെ ക്യൂ നിന്ന് പിന്നാലെ ഇങ്ങനെ പോകാം. പക്ഷേ ട്രെയിനിന് അങ്ങനെ പറ്റില്ല. ഒരു ട്രെയിനിൽ നിന്ന് നിശ്ചിത ദൂരം പരിധിയിൽ മാത്രമേ മറ്റൊരു ട്രെയിൻ ഓടിക്കാൻ പറ്റൂ. അപ്പോൾ അത്തരമൊരു പരിമിതിയാണ് റെയിൽവേ പറയുന്നത്. പക്ഷേ ആ പരിമിതികൾക്കിടയിൽ നിന്നും പരമാവധി സർവീസുകൾ നടത്തുമെന്നാണ് റെയിൽവേ പറയുന്നത്. ഇനിയും ആളുകളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് കൂടുതൽ സർവീസുകൾ വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കാരണം KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള എംപിമാർ ഇതിനോടകം തന്നെ കേന്ദ്ര റെയിൽവേ മന്ത്രിയെ കാണുകയും കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ റെയിൽവേ 112 സർവീസുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ ഇതിൽ പല സർവീസുകളും ആരംഭിക്കുകയും ചെയ്തു. ഈ സെപ്റ്റംബർ മാസം ആദ്യവാരം വരെ ഈ ഓണവുമായി ബന്ധപ്പെട്ട സർവീസുകൾ കേരളത്തിലേക്കും കേരളത്തിൽ നിന്ന് തിരിച്ചും നടത്തും. എന്തായാലും എത്ര സർവീസ് പ്രഖ്യാപിച്ചാലും അത് മലയാളികളെ സംബന്ധിച്ച് തികയില്ല. കാരണം മലയാളികളുടെ ദേശീയോത്സവമാണ്. അന്യനാട്ടുകളിൽ കഷ്ടപ്പെടുന്ന പല മലയാളികളും കേരളത്തിൻ്റെ പുറത്തുനിന്ന് കേരളത്തിലേക്ക് എത്താൻ ഏറ്റവും സുഖകരമായ മാർഗം, ചെലവ് കുറഞ്ഞ മാർഗം എന്ന രീതിയിൽ ട്രെയിൻ തന്നെയാണ് ഓപ്റ്റ് ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായും ട്രെയിനുകളിൽ തിരക്കുണ്ടാകും. എന്തായാലും റെയിൽവേ അനുഭാവപൂർവ്വം നമ്മുടെ ഈ ഉത്സവത്തിന്, ഈ ആഘോഷത്തിന് കൂടുതൽ ട്രെയിനുകൾ അനുവദിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ അത്തരത്തിൽ ട്രെയിനുകളുടെ വിവരങ്ങൾ ഇല്ലെങ്കിൽ കൂടുതൽ ട്രെയിനുകൾ ഉണ്ടാകുമോ എന്ന് നമുക്കറിയാം. എന്തായാലും നിലവിൽ 112 സർവീസുകളുണ്ട്. ആ 112 സർവീസുകൾക്ക് അപ്പുറത്തേക്കുള്ള സർവീസുകൾ പരിഗണനയിലാണെന്നാണ് റെയിൽവേ പറയുന്നത്. ശരി, എന്തായാലും ഈ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് കൂടുതൽ സർവീസുകൾ പ്രഖ്യാപിക്കട്ടെ റെയിൽവേ. അത് അതിവേഗം തന്നെ ആവശ്യമായിട്ടുള്ള കാര്യവുമാണ്. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കാണം വിറ്റും ഓണം ഉണ്ണണം എന്നുള്ളത്. ഇപ്പോഴത്തെ ഈ ടിക്കറ്റ് നിരക്കുകൾ കേട്ടാൽ കാണമല്ല, മറ്റേ കയ്യിലുള്ളതെല്ലാം വിറ്റ് ടിക്കറ്റ് എടുത്ത് വന്ന് ഓണം ഉണ്ണേണ്ട അവസ്ഥയാണ് മലയാളിക്ക്. അങ്ങനെയും പറയാം.